മിഥുൻ, വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ, ഞാൻ റെഡി. രണ്ട് ചായ. ഇന്നെന്താ ഒരു സ്പെഷ്യൽ? നിന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അതൊക്കെ കേട്ടതൊക്കെ ശരി തന്നെയാ. മിഥുൻ കല്യാണം കഴിച്ചതല്ലേ? ഇനി സീരിയസ് ആയിട്ട് ജീവിക്കേണ്ട സമയമായി. അച്ചായൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ വീട്ടുകാർ ചിന്തിക്കണ്ടേ? അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കും, തള്ളിപ്പറയും. പക്ഷേ നമ്മൾ മക്കൾ തിരിച്ചങ്ങോട്ട് എന്നും സ്നേഹിക്കാൻ മാത്രമേ പാടുള്ളൂ. ഒക്കെ ശരി തന്നെയാ. അവർക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്ത്രീധനത്തിന്റെ പേര് രണ്ട് വീട്ടുകാരും കോടതി കയറിയിരിക്കുക. ഞാൻ ഇതിനൊക്കെ നിന്നോട് എന്താ പറയാ? മനസ്സിന്റെ നൊമ്പരങ്ങൾക്കൊരു പരിഹാരമായിട്ടാ ഞാനൊരൽപ്പം മദ്യം കഴിക്കുന്നതും പിന്നെ ഇടയ്ക്കൊക്കെ. നിർത്ത്. എല്ലാം എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നാം നമ്മോട് തന്നെ തോൽക്കുകയാണ്. അത് പാടില്ല. നാം ആരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. തോൽവി ദൈവത്തിന്റെ മുമ്പിൽ മാത്രം. അതുകൊണ്ടല്ലടോ ഈ വർഗീസ് നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നത്. ആരാ? ലക്ഷ്മി ടീച്ചർ. ഏത് ടീച്ചർ? അറിയില്ല. എന്തിനപ്പം ഇങ്ങനെയൊക്കെ പറയണേ? ഏയ് വെറുതെ. സാരില്ലെന്നേ. ഇനി 10 ദിവസം കഴിഞ്ഞ അച്ഛൻ്റെ വെക്കേഷനല്ലേ? പിന്നെ 2 മാസം കുടുംബത്തോടൊപ്പം അടിച്ചു പൊളിക്കാലോ. നമ്മുടെ ലക്ഷ്മി ടീച്ചറെ ഈ അടുത്ത് എങ്ങനെ കണ്ടിരുന്നോ? അത് ഞാൻ നിന്നെ അറിയിക്കാൻ മറന്നുപോയി. നീ പോയി ഏകദേശം 10 ദിവസം കഴിഞ്ഞു കാണും. നമ്മുടെ പീതാംബരൻ മരണപ്പെട്ടു പോയി. അച്ഛാ, ഞാൻ എന്തായി കേൾക്കണത്? അതിനുശേഷം ഞാൻ അറിയുന്നത് ആ കുടുംബം കഴുത്തോളം കടത്തിലായിരുന്നു. പാസ്പോർട്ട് ഏതോ അണ്ണാച്ചിക്ക് പണയം വെച്ചിട്ടാ ചികിത്സ നടത്തിയിരുന്നത്. അവരുടെ വിസാ കാലാവധി പോലും കഴിഞ്ഞിരുന്നു. ഒടുവിൽ ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ടാ അവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. അച്ഛാ, ഞാൻ എന്തായി കേൾക്കണത്? ആരും ആരോടും മനസ്സ് തുറക്കാറില്ല. എല്ലാം ഒരു ചിരിയിലൊതുക്കും. സിന്ധു, നീ എന്താ എന്നെ മനസ്സിലാക്കാതെ പോയത്? പ്രതിബന്ധങ്ങളെ തരണം ചെയ്താലല്ലേ നമുക്കൊന്നിക്കാൻ പറ്റൂ. എത്ര വർഷങ്ങൾക്ക് ശേഷം അച്ചായ? ഇത് 7ാമത്തെ വർഷ ഗൾഫിൽ വന്നിട്ട്. ദൈവമേ, എനിക്ക് അത്ഭുതം തോന്നുന്നു. അത്ഭുതപ്പെടാനൊന്നുമില്ലടോ. 10 വർഷമായിട്ടും ജന്മനാട്ടിൽ പോവാത്ത എത്രയോ പേരുണ്ട് ഇവിടെ. തീർത്തും ശരിയാ നീ പറയുന്നത്. പിറന്ന നാടും വീടും വിട്ട് എങ്ങനെയാ ഇത്രയും കാലം തനിച്ചു നിൽക്കാൻ പറ്റുന്നത്? ഓരോ വർഷവും വെക്കേഷൻ ഉള്ളവരാ ഇവിടെയുള്ള മിക്ക ആളുകളും. പക്ഷേ വെക്കേഷൻ വരുമ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങളും കാണും. അതെല്ലാം തീർത്തു വരുമ്പോഴേക്കും അടുത്ത വെക്കേഷനുമായി. എന്തൊരു ജീവിതം! വല്ലാത്തൊരു നിയോഗ, അല്ലാതെ എന്തു പറയാൻ. തൗഫീഖിന് എന്താ ഒരു മൂഡൌട്ട്? അച്ചായ 2 മാസത്തേക്ക് നാട്ടിൽ പോവല്ലേ, അതുകൊണ്ടായിരിക്കും. കുറച്ചു ദിവസമായി ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രായം ചെറുപ്പല്ലേ, വല്ല മുഖത്തിലും പോയി പെട്ട് കാണും. അത് ശരിയാ. ഹേയ്, എല്ലാം നമുക്ക് ശരിയാക്കാടോ. എന്റെ വെക്കേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. സ്വന്തം വീട്ടിലെത്തി ശ്രീമതിയും കുട്ടിയോളെയും പഴയ ചങ്ങാതിമാരെയൊക്കെ കാണുമ്പോൾ ഇവിടെ 4 ചുമരുകൾക്കുള്ളിൽ കുബൂസ് നിന്ന് ജീവിക്കുന്ന ഞങ്ങളൊന്നും മറക്കല്ലേ അച്ചായ.
എന്താ ഇതിനിങ്ങനെ? ദേ, ഇനി നാട്ടിൽ പോയാൽ മാത്രല്ല, മരിച്ചാ പോലും എനിക്ക് നിങ്ങളൊക്കെ മറക്കാൻ കഴിയൂ. മതി മതി, അതിതും പറഞ്ഞ് സീൻ സെന്റിമെന്റിലാക്കണ്ട. 12 മണിക്കല്ലേ ഫ്ലൈറ്റ്? ഇപ്പൊ തന്നെ 7 മണി. എനിക്കൊരു ദുഃഖം ബാക്കിയുണ്ട്. ഈ പ്രാവശ്യം എന്റെ വീട് താമസം നടക്കും തോന്നുന്നില്ല. അതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതൊക്കെ അതിന്റെ സമയത്ത് നടക്കും. വെറുതെ ഓരോന്ന് ആലോചിച്ച് സമയം കളയണ്ട അച്ചായ. വാ, ശരി. നമുക്ക് പോകാം. ഹലോ, അച്ചായൻ മരിച്ചടാ. എന്തടാ? എന്താടാ? ഇന്നലെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മംഗലാപുരത്തേക്ക് ഇന്നലെ രാത്രി തിരിച്ച 1 മണിക്ക് തിരിച്ച ഈ വിമാനത്തിലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ വിമാനത്തിലും എല്ലാവിധത്തിലുള്ള സാങ്കേതിക പരിശോധന